ഇതെടുത്ത് ഗോഡൌണിന്റെ താക്കോലാണോ? അല്ലാതെ പിന്നെ ഈ കുടുംബത്തിന്റെ എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ശരി. ഇതെങ്ങനെ ഒപ്പിച്ചു? ആഴ്ചയിൽ ഒരിക്കൽ അതിനകം വൃത്തിയാക്കാൻ വേണ്ടി അനുരാധ വിശ്വാസമുള്ള വേലക്കാരെ ഈ താക്കോൽ കൂട്ടി ഏൽപ്പിക്കും. ദാമോദരം പോയതിൽ പിന്നെ നമ്മുടെ പുതിയ വേലക്കാരി ഉണ്ടല്ലോ ലളിത, അവൾക്കാ ഡ്യൂട്ടി. അവൾക്ക് പിന്നെ കാര്യങ്ങളുടെ കീഴും കിടപ്പും ഒന്നും അറിയാൻ വയ്യല്ലോ. ഏതായാലും ഞാൻ ചോദിച്ചപ്പോ ആ പെണ്ണ് അതിങ്ങെടുത്തു തന്നു. അച്ഛമ്മ ആള് പുലിയാണല്ലോ. കാട്ടില് ജീവിക്കേണ്ടി വന്നാ പിന്നെ പുലിയായല്ലേ പറ്റും മോളെ. എന്നാ പിന്നെ ഇനി നേരം കളയണ്ട, നമുക്ക് അച്ഛമ്മേ കിട്ടിപ്പോയി. നമ്മള് തേടി എന്താണോ അത് കിട്ടി മോളെ. ട്രീറ്റ്മെന്റ് നടന്നിരിക്കുന്നത് മേരി മാത ഹോസ്പിറ്റലാണെന്ന് ഉറപ്പായി. അതുകൊണ്ടായില്ലല്ലോ ആകാശേ, നമുക്ക് കണ്ടെത്തേണ്ടത് ഡോക്ടറിനെ അല്ലേ? ഗിരി കിട്ടിപ്പോയി. ഈ ഡോക്ടർ തന്നെ ആയിരിക്കും അച്ഛനെ ചികിത്സിച്ചേ. ഡോക്ടർ രാജേന്ദ്ര കൈമൾ. യെസ്. മേരി മാതാ ഹോസ്പിറ്റൽ. യെസ്, അദ്ദേഹം തന്നെ ആയിരിക്കണം അച്ഛനെ ചികിത്സിച്ചത്. എന്തായാലും ശരി. ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ നമ്മൾ വിളിച്ചാൽ ഇത് ഹോസ്പിറ്റലിലെ നമ്പറാണല്ലോ. എടാ നീ ഒന്ന് വിളിച്ചു നോക്ക്. നമസ്കാരം, മേരി മാതാ ഹോസ്പിറ്റൽ. ഹലോ, ഞാനൊരു നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ലല്ല, ഞങ്ങൾക്കേ ഡോക്ടർ രാജേന്ദ്ര കൈമളിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. അയ്യോ, കൈമൾ സാർ പോയല്ലോ. സാരമില്ല, അത്യാവശ്യമില്ല. നാളെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഒരു അപ്പോയിന്റ്മെന്റ് തന്നാ മതി. അയ്യോ അതല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്, ഡോക്ടർ ഇവിടുന്ന് പ്രാക്ടീസ് മതിയാക്കി പോയി. പോയിട്ട് ഇപ്പൊ എത്ര നാളായി? 7 വർഷം കഴിഞ്ഞു സാർ.
ന്യൂറോ സർജനെ കാണാനാണെങ്കിൽ ഡോക്ടർ രവിശങ്കർ ഉണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് തരാം. വേണ്ട, നോ താങ്ക്സ്. മേഡം 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 1 മിനിറ്റ് പ്ലീസ്. ആ പേന ഇങ്ങെടുക്ക. ഡോക്ടർ രാജേന്ദ്ര കൈമളിന്റെ ആ ഫോൺ നമ്പർ അഡ്രസ് ഒന്ന് തരുമോ? സോറി സാർ, അങ്ങനെ കൊടുക്കാനുള്ള പ്രൊവിഷൻ നമുക്കില്ല. അത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അനുവദിക്കില്ല. താങ്ക് യു. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോടാ ആകാശേ. അങ്ങനെ മനസ്സ് കൈവിടാതെ ഡോക്ടർ രാജേന്ദ്ര കൈമളിന്റെ ഫോൺ നമ്പർ കിട്ടിയാ പോരെ? നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. നീ സമാധാനായിട്ടിരിക്കും. ആരോട് ചോദിച്ചിട്ടടിയാ താക്കോൽ എടുത്തു കൊടുത്തത്? മേഡം, അത് അമ്മ ചോദിച്ചപ്പോ എന്തുകൊണ്ട് നീ എന്നോട് ചോദിച്ചില്ല? പറ്റിപ്പോയി മേഡം, ഇനി ചോദിച്ചോളാം. മതി, കൂടുതലൊന്നും എനിക്ക് കേക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ ഇതുപോലത്തെ എന്തെങ്കിലും അധിക പ്രസംഗം നീ കാണിച്ചു എന്ന് അറിഞ്ഞ അതോടെ തീരും നിന്റെ പണിയും പൊറുതിയും ഒക്കെ. മനസ്സിലായോടി? മേഡം, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല മേഡം. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അച്ഛമ്മക്ക് എന്തിനാ അമ്മേ നമ്മുടെ ഗോഡൌണിന്റെ താക്കോല്? അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാനില്ല. മിക്കവാറും അവരത് ചെയ്തത് സുമിതയ്ക്ക് വേണ്ടി ആവാനാണ് സാധ്യത. അതിനകത്ത് നിന്ന് ഇത്ര അത്യാവശ്യമായിട്ട് അവൾക്ക് എന്താ അമ്മ എടുക്കാനുള്ളേ? ഈ വീടിന്റെ ചരിത്രം സൂക്ഷിക്കപ്പെട്ട മുറിയത്. ഈ കുടുംബത്തിന്റെ ഉള്ളറ രഹസ്യങ്ങൾ മുഴുവൻ ആ മുറിയിലുണ്ട്. നമുക്കെതിരെ പടയൊരുക്കം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ അവള്. എന്താ ഏതാ അവിടെ പോയി ചെകഞ്ഞ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? അവരങ്ങനെ വെറുതെ കയറി ചെകഞ്ഞതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്ര പ്ലാൻ ചെയ്ത് അച്ഛമ്മയെ ഉപയോഗിച്ച് താക്കോൽ കൈക്കലാക്കി അവൾ ആ മുറിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്യാവശ്യമുള്ള എന്തോ ഒരു സാധനം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതെ, അതെന്തായിരിക്കും എന്നുള്ളതാ എന്നെ ആകെ ഭയപ്പെടുത്തുന്നത്. അതെന്ത് തന്നെ ആയാലും നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധം തന്നെയാ, അതുറപ്പാ. സാധാരണ തിങ്കളാഴ്ചയും ബുധനാഴ്ചയാണ് ഒ പി. ഇത് പിന്നെ നിങ്ങൾക്കെന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കാണാന്ന് വെച്ചേ. അല്ല, ഞങ്ങള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്നല്ല ഡോക്ടറെ. പിന്നെ ഞങ്ങള് പേഴ്സണലായി ചില കാര്യങ്ങളുമായി വന്നതാ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഡോക്ടർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നേ. അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം? സത്യനാരായണൻ എന്നൊരാളെ ഡോക്ടർ പണ്ട് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? സത്യനാരായണൻ എന്റെ അച്ഛനാണ് ഡോക്ടർ. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ? അതെ. ഐ മീൻ ഓൾമോസ്റ്റ് 20 years. യെസ് ഡോക്ടർ. അച്ഛൻ മരിച്ചിട്ടിപ്പോ 22 വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ അസുഖം വളരെ അസാധാരണമായ ഒന്നായിരുന്നു. അനുദിനം വഷളാവുന്ന ഹെൽത്ത് കണ്ടീഷൻ ആയിരുന്നു സത്യനാരായണന്. അതിന്റെ പിന്നിലെ കാരണം കണ്ടുപിടിക്കാൻ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എന്താ ഡോക്ടർ, എന്തു പറ്റി? അത് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഡിസ്ചാർജ് വാങ്ങി അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. ആരാ ഡോക്ടറെ അങ്ങനെ കൊണ്ടുപോയത്? സത്യനാരായണന്റെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരുന്നു. അങ്ങനെ ചികിത്സയിലിരിക്കുന്ന ഒരു പേഷ്യന്റിനെ വിട്ടയക്കുന്നത് ഹോസ്പിറ്റൽ റൂൾസിനെതിരല്ലേ സാർ? അവരെന്നത്രയും വാശി പിടിച്ചിരുന്നു, ഒരുപാട് സ്വാധീനം ഉപയോഗിച്ചിരുന്നു. സ്വന്തം റിസ്കിലാണ് കൊണ്ടുപോകുന്നതെന്ന് എഴുതി തന്നിട്ടാണ് അവർ കൊണ്ടുപോയത്. എന്ത് കാരണം പറഞ്ഞിട്ടാ ഡോക്ടറെ അവർ അച്ഛനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അതെന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അവരൊരുപാട് പരാതിയും പറഞ്ഞിരുന്നു. പക്ഷേ അന്നോ അതിന് ശേഷമോ
ഒരു വിശ്വാസക്കുറവോ പരാതിയോ മറ്റൊരു പേഷ്യന്റ് എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. അറിയാം ഡോക്ടർ. ഒരിക്കൽ പോലും ഡോക്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആരും പരാതി പറഞ്ഞ ചരിത്രം ഞങ്ങളും കേട്ടിട്ടില്ല. എങ്ങോട്ടാ അവർ അച്ഛനെ കൊണ്ടുപോയെന്ന് ഡോക്ടർക്ക് അറിയാമോ? അവർക്ക് കൂടുതൽ വിശ്വാസമുള്ള ഏതോ ഡോക്ടറുടെ അടുത്തേക്ക്. പിന്നീട് ഏതോ ഫാമിലി ഡോക്ടറുടെ കീഴില് വീട്ടിലെ ചികിത്സ തുടർന്നു എന്നോ മറ്റോ ആണ് ഞാൻ അറിഞ്ഞത്. അച്ഛന്റെ ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആരാ ഡോക്ടർ വാശി പിടിച്ചത്? ഹിസ് വൈഫ്. കൂടുതൽ വ്യക്തമായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ശരി ഡോക്ടർ. താങ്ക്സ്. സോറി ഡോക്ടർ, ജസ്റ്റ് വൺ മോർ തിങ്. അച്ഛനെ ട്രീറ്റ് ചെയ്ത ആ ഫാമിലി ഡോക്ടർ ആരായിരുന്നു എന്ന് എന്തെങ്കിലും? അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. മിഷൻ ട്രസ്റ്റിൽ ജോലി ചെയ്തിരുന്നൊരു ന്യൂറോ സർജൻ ആയിരുന്നു എന്നാണ് ഓർമ്മ. പക്ഷെ പേരങ്ങോട്ട് ഡോക്ടർ ഹാഷിം ഹുസൈൻ അദ്ദേഹമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ശരി. അമ്മേ, ഞാനിന്ന് ഒരാളെ കണ്ടു. പറഞ്ഞു വന്നപ്പോ നമ്മളെയൊക്കെ വളരെ നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു. സ്വാമി അയ്യപ്പനെ ആയിരിക്കും. ചുമ്മാരിയകളെ. ആരെ മോനെ? ഡോക്ടർ രാജേന്ദ്ര കൈമൾ. അച്ഛമ്മയ്ക്ക് ഓർമ്മയില്ലേ? അച്ഛനെ ചികിത്സിച്ച ഡോക്ടറായിരുന്നു അദ്ദേഹം. പിന്നെ നീ അദ്ദേഹത്തെ എവിടെ വെച്ചാ കണ്ടത്? യാദൃച്ഛികമായി കണ്ടതാ. സംസാരിച്ചു വന്നപ്പോഴാ പഴയ ചരിത്രമൊക്കെ അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാ നിങ്ങൾ തമ്മിൽ കണ്ടത്? ഉച്ചയ്ക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കഫേ ഗ്രാൻഡില്. അവിടെ വെച്ചൊരു ഫ്രണ്ട് എനിക്ക് പരിചയപ്പെടുത്തിയതാ. ഇത്രയും കാലം കഴിഞ്ഞിട്ടും പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം? അച്ഛനെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും പിന്നെ പാതിക്ക് ഡിസ്ചാർജ് വാങ്ങി ചികിത്സ നിർത്തി പോയതും ഒക്കെ പറഞ്ഞു. അച്ഛനെ അങ്ങനെ ആദ്യം ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ എന്തായിരുന്നു അമ്മേ കാരണം? കാരണം അത് പിന്നെ ആ ഹോസ്പിറ്റലില് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല. നമുക്കങ്ങനെ പ്രത്യേക അറ്റൻഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങോട്ടാ അച്ഛനെ കൊണ്ടുപോയത്? അത് പെട്ടെന്നങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓർമ്മ വരും. അമ്മയ്ക്ക് ഏറെ വിശ്വാസം ഉണ്ടായിരുന്ന ഏതോ ഡോക്ടർ ആയിരുന്നല്ലോ അത്. അതുകൊണ്ടല്ലേ അച്ഛനെ അയാളുടെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയത്? അത് ഡോക്ടർ ഹരികുമാരൻ തമ്പി. ഹരികുമാരൻ തമ്പിയോ? അതല്ലായിരുന്നല്ലോ ഡോക്ടറുടെ പേര്. ചേച്ചിയുടെ ഓർമ്മ പശക എനിക്കെപ്പോഴും നല്ല മെമ്മറിയാ. ഡോക്ടർ ഹാഷിം ഹുസൈൻ, ന്യൂറോ സർജൻ, മെഡിക്കൽ മിഷൻ ആശുപത്രിയിലായിരുന്നു. അതെ, അത് തന്നെയാ. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. എന്താ പതിവില്ലാതെ പാല്? നേരെ ചോ ഒന്നും കഴിക്കാതല്ലേ എഴുന്നേറ്റ് പോകുന്നത്. അവിടെ വെച്ചേക്ക്. അമ്മയുടെ മുഖത്ത് മിന്നിമാഞ്ഞ കള്ളത്തരം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഞാൻ കണ്ടു. ഇനിയും ഒരുപാട് ഗിരി അറിയാനുണ്ട്. ആളുകളെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാവുന്നുണ്ട് സുമി. എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചെഴുതാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ
നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അത് വെറും ആരോപണമായി പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനു വേണ്ടത് തെളിവുകളാണ്. അത് കണ്ടെത്താനുള്ള വഴിയിലാണ് ഞാൻ. ഡോക്ടർ ഹാഷിം ഹുസൈൻ, അയാളെ ഇനി കണ്ടെത്തണ്ട്. അത് കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നേക്കും. എന്റെ മനസ്സില് ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ വ്യക്തമാണ്. ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി എന്ത് ചെയ്തിട്ടും എന്ത് കാര്യം ഗിരി? മഹാലക്ഷ്മി അമ്മയെ സംരക്ഷിക്കാനായിട്ട് നമുക്കായില്ലല്ലോ. ആ പാവ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ലല്ലോ. നടന്ന എല്ലാ അന്യായങ്ങളുടെയും ഫലം അനുഭവിച്ചത് അവരല്ലേ. ഗിരിയുടെ ഒരൊറ്റ സ്നേഹത്തിനും നല്ല വാക്കിനും വേണ്ടി അവർ ഒരുപാട് കൊതിച്ചിരുന്നു. സുമി എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, ഒരു വലിയ സർപ്രൈസ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോരോ കാര്യങ്ങളിൽപ്പെട്ട് അതങ്ങ് നീണ്ടു പോയി. എന്താ ഗിരി, സർപ്രൈസ് ഒന്നും വേണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഹേയ്, അത് പറയാനുള്ളതല്ല, സുമിയെ കൊണ്ടുവന്ന് കാണിക്കാനുള്ളതാ. നാളെ തന്നെ സുമിയെ ഞാൻ ഒരിടം വരെ കൊണ്ടുപോകും, ഒരാളെ കാണാൻ. അമ്മ? അതെ. ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഗിരി. ഞാൻ എത്ര സമാധാനിച്ചനെ. അമ്മ എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് എത്ര രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? എന്നോട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മനസ്സമാനത്തോടെ ഉറങ്ങെങ്കിലും ചെയ്തേനെ. എന്തിനാ ഗിരി എന്നെ ഇങ്ങനെ ആരും അല്ലാത്തുള്ള പോലെ മാറ്റി നിർത്തുന്നത്? ഐ എം സോറി സുമി, റിയലി സോറി. സത്യത്തിൽ ഞാൻ അമ്മയെ കണ്ടെത്തിയതിന് തൊട്ടടുത്ത ദിവസം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയതാ. അമ്മയോട് ഞാൻ പറയുകയും ചെയ്താ. അമ്മയാണെങ്കിൽ അന്നു മുതൽ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ഒന്നൊന്നായി വന്ന പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ആകെ പെട്ടുപോയി. സന്തോഷം നിറഞ്ഞ ആ പുനഃസംഗമത്തിന് പറ്റിയ ഒരു അവസരമല്ല അതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത്രയും ദിവസം കാത്തത്. നമുക്ക് നാളെ തന്നെ പോവാം. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും വഷളാവാണല്ലോ. 4 വശത്ത് നിന്ന് അവര് നമ്മളെ വരിഞ്ഞു മുറുക്കാൻ നോക്കുക. ഗിരിയേട്ടനാ ഡോക്ടറെ കാണുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഗിരി അയാളെ കണ്ടത് യാദൃച്ഛികമാണെന്നാണോ നീ കരുതുന്നേ? എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഡോക്ടറെ ഗിരി അന്വേഷിച്ച് പിടിച്ചു പോയി കണ്ടെത്തിയത് തന്നെയാ. ഇന്നലെ നടന്നതൊക്കെ അതിന്റെ മുന്നോടിയായ കാര്യങ്ങളാ. ഇന്നലെ എന്ത് നടന്ന കാര്യം അമ്മയെ പറയുന്നേ? അമ്മയും സുമിതയും കൂടി ആ പൂട്ടിയിട്ട മുറിയുടെ താക്കോലും വാങ്ങി പോയി പരതിയത് നിനക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു അവിടുന്ന് കണ്ടെത്തിയെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? അത് സമ്മതിച്ചു. അവർക്ക് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലെ അച്ഛന്റെ പഴയ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് എല്ലാം കിട്ടിയെന്നിരിക്കട്ടെ. പക്ഷേ ഇന്ന് അമ്പിയങ്കൾ ആ വാവിട്ട് വിളമ്പിയ വിവരങ്ങളില്ലായിരുന്നെങ്കിൽ അത് നമ്മളെത്രയും ബാധിക്കില്ലായിരുന്നു അമ്മേ. നേരാ, അമ്പിയങ്ങൾ കാരണ ഇന്ന് പണി പാളിയത്. അല്ലായിരുന്നെങ്കിൽ നമുക്കെതിരെ ഒന്നും തെളിയിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. ഇത്രയും നാള് ഞാൻ പൊരുതി പിടിച്ചു നിന്നു. ഇന്ന് ആദ്യമായിട്ട് ശക്തി ചോരുന്നത് പോലെ തോന്നുക എനിക്ക്. ഇനി എന്തെങ്കിലും മഹാത്ഭുതം സംഭവിക്കണം. അല്ലെങ്കിൽ ഇതുവരെ കെട്ടിപ്പടുത്തതെല്ലാം ഒന്നൊന്നായി തകർന്നു വീഴുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ പറ്റൂ. അമ്മ ഇങ്ങനെ തളർന്ന പിന്നെ ഞങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അമ്മ പറഞ്ഞ മഹാത്ഭുതം സംഭവിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നോക്കാം.
ആളെ കിട്ടിയോ? ആ അഡ്രസ്സിലുള്ള വീട് കണ്ടെത്തി. പക്ഷെ ഇവിടെ ആൾ താമസമില്ല. വർഷങ്ങളായി കാട് പിടിച്ച് പൂട്ടിക്കെടുക്കാണ്. നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. ഹാഷിം ഡോക്ടറും ഫാമിലി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് താമസം മാറിയെന്നാ എല്ലാവരും പറയുന്നത്. ഡോക്ടർ ഇപ്പൊ എവിടെയാണെന്ന്? ആർക്കും അതിനെക്കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ ആ വഴി അടഞ്ഞു പോയല്ലോ ആകാശേ. അങ്ങനെ മുഴുവൻ പ്രതീക്ഷയും കൈവിടാൻ വരട്ടെ ഗിരി. ഈ ഹാഷിം ഡോക്ടർ ഒരു ബന്ധു വല്ലപ്പോഴൊക്കെ ഇവിടെ ഈ വീടും പറമ്പും നോക്കാനും തേങ്ങ ഇടിയിക്കാനും വരാറുണ്ടെന്നാണ് അയൽക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്കടാ. ഒരു അവസാന ശ്രമം നിലയ്ക്ക് അയാളെ കണ്ടെത്താനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമം ചിലപ്പോ ഫലം കണ്ടാലോ. ശരിടാ, ഓക്കെ.